അന്ന് ഈ പ്രദേശം മുഴുവനും ജനമായിരുന്നു. ഈ കോമ്പൗണ്ടിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ നിറഞ്ഞിരുന്നു IMS-ൽ. അപ്പോൾ ആ ഒരു കാഴ്ചയും ചിന്തയൊക്കെ നമ്മളുടെയൊക്കെ മനസ്സിലുണ്ട്. വലിയ അഭിഷേകം ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് നൽകിയ മണ്ണിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും IMS അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവസന്നിധിയിൽ നമ്മൾ നന്ദി പറയുകയാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം. ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തെ കൊണ്ടുവരും. അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യം. വെട്ടിക്കിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവ് ഞാൻ അവർക്ക് തിരികെ നൽകും. സ്നേഹമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ആയിരിക്കുന്ന ഓരോ സമയവും ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സ്വപ്നം കാണുന്ന വലിയ അനുഗ്രഹം കർത്താവ് നമുക്ക് നൽകുവാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ രാത്രി നമ്മളുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ രാത്രിയായിട്ട് മാറണം. നഷ്ടപ്പെട്ട വലിയ അനുഗ്രഹങ്ങൾ വീണ്ടെടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. പരിശുദ്ധ അമ്മയുടെ ശക്തമേറിയ മധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കണം. ആ ആഗ്രഹത്തോടും തീഷ്ണതയോടും കൂടെ ഈ സമയം മുഴുവനും കർത്താവിൻ്റെ വചനം അഭിഷേകത്തോടുകൂടെ സ്വീകരിക്കുവാനായിട്ടുള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ കുരിശ് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരസ്പരം ഒന്ന് സന്തോഷത്തോടുകൂടെ സ്തുതി കൊടുക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. കുറച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് സ്തുതിച്ച് ഒരുങ്ങിയിട്ട് നമുക്കിരിക്കാം. പോരെ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. അബ്രാഹത്തെ ദൈവം വിളിക്കുവാണ്. ദൈവം തൻ്റെ ജനത്തെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ആദ്യ പടി അബ്രാഹത്തെ വിളിക്കുന്നു. അപ്പോൾ കർത്താവ് അബ്രാഹത്തിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധങ്ങളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അബ്രാഹത്തിന് ദൈവം ഈ വചനം നൽകുമ്പോൾ ഇതൊക്കെ മുന്നേ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട വേറൊരാള് അന്ന് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അബ്രാഹാം ആ വചനത്തിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അരുളി ചെയ്തതുപോലെ അബ്രാഹാം അന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, തൻ്റെ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം അരുളി ചെയ്ത ദേശത്തേക്ക് അബ്രാഹാം യാത്ര പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. കർത്താവിൻ്റെ വചനം എപ്രകാരം നമ്മൾ സ്വീകരിക്കുന്നു എന്നതനുസരിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ സൃഷ്ടിയാണ്, എൻ്റെ കരവേലയാണ്, ഇതെല്ലാം എൻ്റെതാണ്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും
എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ അനുഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ വചനം ആഴത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം. ഓരോ വചനവും വിതയ്ക്കപ്പെടുമ്പോൾ അത് എനിക്ക് വേണ്ടിയിട്ട് ദൈവം നൽകുന്ന വചനമാണെന്നുള്ള ആത്മാർത്ഥതയോടെ, വിശ്വാസത്തോടു കൂടെ, തീഷ്ണതയോടുകൂടെ കർത്താവിന്റെ വചനം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ലൂക്കാസ് സുവിശേഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട്, നീ ആത്മാവിനാൽ നിറയപ്പെടും, നിന്നിൽ നിന്ന് പരിശുദ്ധൻ രൂപപ്പെടും. അമ്മ ചോദിച്ചു, എങ്ങനെയാണ്? ദൂതൻ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ പ്രവേശിക്കും. പിന്നീട് എലിസബത്തിനെ സന്ദർശിച്ച് ചെന്നപ്പോഴേക്കും എലിസബത്ത് ഈ പെൺകുട്ടിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ അനുഗ്രഹീതയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു യുവാവ് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുവാനായിട്ടുള്ള അധികാരപത്രവുമായിട്ട് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഡമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് ദൈവത്തിന്റെ വചനം അവനെ പിടികൂടി. ഇങ്ങനെ കുതിരയിൽ നിന്ന് താഴെ വീണ് പൂഴിയിൽ കിടന്ന് പുഴുവിനെ പോലെ അലയുമ്പോൾ അവൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ദൈവമേ നീ ആരാണ്? ഉടനെ കർത്താവിന്റെ ശബ്ദം വരുന്നു, നീ പീഡിപ്പിക്കുന്ന നസ്രത്തിലെ ഈശോയാണ്. സാവോൾ സാവോൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? ആ വചനം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായി. ഇവിടെ വിതയ്ക്കപ്പെടുന്ന ഓരോ വചനവും നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കണം. സ്നേഹമുള്ളവരെ, ആഴത്തോടെ വിശ്വാസത്തോടു കൂടെ ഹൃദയം തുറന്ന് കർത്താവിന്റെ വചനം സ്വീകരിക്കുവാനായിട്ടുള്ള വലിയൊരു അനുഭവം നമുക്കുണ്ടാകണം. അതിനു വേണ്ടിയിട്ട് അത്യുന്നതന്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ ഉണ്ടാകണം. കൊറിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദൈവിക കാര്യങ്ങൾ വെളിപ്പെടണമെങ്കിൽ ആത്മാവിനാൽ നിങ്ങൾ നിറയപ്പെടണം. വീണ്ടും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ക്രിസ്തുവിനെ കർത്താവേ എന്ന് വിളിക്കപ്പെടുവാൻ നിങ്ങൾ ആത്മാവിനാൽ നിറയപ്പെടണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:5 കർത്താവിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ആത്മാവിനാൽ നിറയപ്പെടണം. റോമ 8:31 കർത്താവിന്റെ വചനം വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിന്റെ ജഡിതികൾക്ക് മേൽ വിജയം വരിക്കണമെങ്കിൽ നിങ്ങൾ ആത്മാവിനാൽ നിറയപ്പെടണം. യോഹന്നാന്റെ സുവിശേഷം 14:15 കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കണമെങ്കിൽ ആത്മാവിനാൽ നിറയപ്പെടണം. സ്നേഹമുള്ളവരെ, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമല്ല, ദൈവത്തിന്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നമ്മൾ എത്ര ആഗ്രഹിച്ചെന്നാലും, നമ്മൾ എത്ര ദാഹിച്ചെന്നാലും, നമ്മൾ എത്ര പരിശ്രമിച്ചെന്നാലും ഈ ഒരു അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ ദൈവത്തിന്റെ കരുണ നമ്മളിലേക്ക് ഇറങ്ങണം. ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടണം. അത്യുന്നതന്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരണം. ആ ഒരു ഇറങ്ങി വരൽ, ആ ഒരു അഭിഷേകം നമ്മളിൽ ഇപ്പോൾ രൂപപ്പെടുവാൻ വേണ്ടി ദാഹിച്ച് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ ഒന്നു ചേർന്ന് ദാഹത്തോടുകൂടെ, തീഷ്ണതയോടുകൂടെ, കർത്താവെ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ആത്മാവ്, അപ്പോസ്തലന്മാരിൽ നിറഞ്ഞ ആത്മാവ്, പ്രവാചകന്മാരിൽ നിറഞ്ഞ ആത്മാവ്, ആ ആത്മാവിനെ ഇപ്പോൾ ദാനമായിട്ട് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വചനത്തിന്റെ വലിയൊരു അഭിഷേകം, വചനത്തിന്റെ വലിയൊരു കടന്നുവരവ്, ആ വചനം നമ്മളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ 30, 60, 100 മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ടുള്ള വലിയൊരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആകാശത്ത് നിന്നും മഞ്ഞും മഴയും ഭൂമിയിലേക്ക് ഇറങ്ങി ഭൂമിയെ ഫലപുഷ്ടിതമാക്കിയിട്ട് വിതയ്ക്കാൻ വിത്തും ആഹാരിക്കാൻ ആഹാരവും നൽകുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവാകുന്ന വചനം ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് വലിയൊരു അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മേഖലകളിൽ വലിയൊരു അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ ചില മേഖലകളിൽ വലിയൊരു അഭിഷേകത്തിന്റെ മാറ്റം കാണുവാനായിട്ട് കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ അനുഭവിക്കുവാൻ, നിന്റെ സാന്നിധ്യം ദർശിക്കുവാൻ കർത്താവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചേർന്ന് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തമായ ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ വലിയ മഹനീയമായ സാന്നിധ്യം ഇപ്പോൾ അനുഭവിക്കാൻ
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കൃപയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കുക. നമ്മൾ വായിച്ചു കേട്ടു ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രാഹത്തെ വിളിച്ചു. അബ്രാഹത്തിനോട് ദൈവം പറഞ്ഞത്, നിനക്കുള്ളതെല്ലാം, ഈ ദേശം, സമ്പത്ത്, ബന്ധുമിത്രാദികൾ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ യാത്ര പുറപ്പെടണം. ദൈവം അരുളി ചെയ്തതുപോലെ അബ്രാഹാം തൻ്റെ യാത്ര ആരംഭിച്ചു. അവിടെ ദൈവത്തിൻ്റെ സ്വന്തം ജനത രൂപപ്പെടുന്നു. പിന്നീട് അബ്രാഹത്തിലൂടെ രൂപപ്പെടുന്ന ആ വലിയ ജനതയുടെ ആ ഒരു പങ്കുചേരൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അബ്രാഹത്തിൽ നിന്നും ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്നും യാക്കോബ്, യാക്കോബിൽ നിന്നും 12 ഗോത്രങ്ങൾ. ഒരു സമയം കഴിയുമ്പോൾ അവർ ഈജിപ്തിൽ അടിമകളായിട്ട് ജീവിക്കേണ്ടി വരുന്നു. എത്ര വർഷം ഈജിപ്തിൽ അടിമകളായിട്ട് ജീവിച്ചു? ഇസ്രായേൽ ജനത ഈജിപ്തിൽ എത്ര വർഷമാണ് അടിമകളായിട്ട് ജീവിച്ചേ? എത്ര വർഷം? 400 വർഷം. എത്ര വർഷമാണ്? ദൈവത്തിന്റെ സ്വന്തം ജനത, ദൈവം വിളിച്ചിറക്കി രൂപപ്പെടുത്തിയ ജനത 400 വർഷം ഈജിപ്തിൽ അടിമകളായിട്ട് ജീവിക്കേണ്ടി വന്നു. അടിമത്തത്തിന്റെ വ്യാകുലതയിൽ കിടന്നുകൊണ്ട് ജനത കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി കരഞ്ഞു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന്റെ വചനം പറയുന്നു, എൻ്റെ ജനതയുടെ കരച്ചിൽ, കണ്ണുനീർ ഞാൻ കണ്ടു. അങ്ങനെ അവരുടെ വിമോചനത്തിന് വേണ്ടിയിട്ട് ദൈവം ആരെ തിരഞ്ഞെടുത്തു? ആരെ തിരഞ്ഞെടുത്തേ? മോശയെ വിളിച്ചു, മോശയെ ശക്തിപ്പെടുത്തി. അവരുടെ വിമോചകനായിട്ട് ദൈവം മോശയെ ഈജിപ്തിലേക്ക് അയച്ചു. സ്നേഹമുള്ളവരെ, പിന്നീട് നമ്മൾ കാണുന്നത് ഒരു മനുഷ്യനും ചിന്തിക്കുവാൻ പറ്റാത്ത രീതിയിൽ ദൈവം അവരെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ ഇടപെടൽ നടത്തുന്നു. ചെങ്കടൽ ഭേദിച്ചും മരുഭൂമിയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വഴികളിലൂടെയും അനുഭവങ്ങളിലൂടെയും ഇസ്രായേൽ ജനതയെ ദൈവം 40 വർഷത്തെ മരുഭൂമി യാത്രയ്ക്കുടവിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട കാനാൻ ദേശത്ത് പ്രവേശിക്കുവാൻ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അബ്രാഹത്തെ വിളിച്ച് 1000 വർഷത്തിന് ശേഷമാണ് നിനക്ക് ഞാൻ നൽകും എന്ന് പറഞ്ഞ കാനാൻ ദേശം ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം നൽകുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് പോലെ അക്ഷരാർത്ഥത്തിൽ തേനും പാലും ഒഴുകുന്ന ഒരു ദേശം. എന്ത് ദേശമാണ്? തേനും പാലും ഒഴുകുന്ന ദേശം എന്ന് പറഞ്ഞെന്നാൽ അത്രമാത്രം സമൃദ്ധിയുടെ ഒരു ദേശമായിരുന്നു കാനാൻ ദേശം. സമൃദ്ധിയുടെ ജീവിതം, ഒന്നിനും ഒരു കുറവുമില്ല. ആരും ഇവരുടെ മുമ്പിൽ വെല്ലുവിളിയുമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം കാഴ്ചയിൽ ചെറുതായിരുന്നുവെങ്കിലും എല്ലാ ജനതകൾക്കും എല്ലാ വംശത്തിനും അറിയാമായിരുന്നു ദൈവത്തിന്റെ ശക്തമായ കരം ഈ ജനത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് അപ്രാപ്യമെന്ന് കരുതിയ പലരുടെയും മേൽ വിജയം വരിക്കുവാനായിട്ട് ഈ ഏറ്റവും ചെറിയ ഗണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനതത്തിന് സാധിച്ചതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചെന്നാൽ ദൈവത്തിന്റെ ശക്തമായ കരം ഈ ജനത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയുടെ ശക്തി എന്താണെന്ന് ചോദിച്ചെന്നാൽ വിളിച്ച ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ദൈവത്തിന്റെ ശക്തമായ കരം
തങ്ങളുടെ കൂടെ ഉണ്ട് എന്ന ബോധ്യവും വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിന്റെ ശക്തി. ഇസ്രായേൽ ജനതയുടെ ശക്തിയും ഇതുതന്നെയായിരുന്നു. അബ്രാഹത്തെ വിളിച്ച് പുറത്തേക്കിറക്കിയ ജനം, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും അവരെ മോചിപ്പിച്ച ജനം, 40 വർഷം മരുഭൂമി യാത്രയിൽ അവർക്ക് കൂടെ നടന്നുകൊണ്ട് അവർ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമായ എല്ലാം നൽകി കാനാൻ ദേശത്തേക്ക് നയിച്ച ദൈവം ഇപ്പോഴും അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതായിരുന്നു ഇസ്രായേൽ ജനതയുടെ ശക്തി. പക്ഷേ ഓരോ നാൾ കഴിയുന്നതനുസരിച്ച് വഴി നടത്തിയ ദൈവത്തെയും വിളിച്ചിറക്കിയ ദൈവത്തെയും സംരക്ഷിച്ച ദൈവത്തെയും ജനം മറന്നുപോയി. പുതിയ പുതിയ തലമുറകൾ ഉരുവപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവർ മറന്നുപോയി. ദൈവത്തിന്റെ ഇടപെടലിന്റെ രഹസ്യവും ചരിത്രവും അറിയാൻ പാടില്ലാത്ത പുതിയൊരു തലമുറ അവിടെ രൂപപ്പെട്ടു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അവിടെ ഉണ്ടായിരുന്ന ജനത്തെക്കാളും മോശമായ രീതിയിൽ ദൈവത്തിന്റെ സ്വന്തം ജനത പെരുമാറാനും ജീവിക്കുവാനും തുടങ്ങി. കർത്താവിന്റെ കൽപ്പന ലംഘിച്ചു, ദൈവമായിട്ടുള്ള ഉടമ്പടി ലംഘിച്ചു. പരിണിത ഫലം അബ്രാഹത്തെ വിളിച്ച് 1000 വർഷം കൊണ്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യം, സമൃദ്ധി, കൃപ, അഭിഷേകം വെറും 500 വർഷം കൊണ്ട് നഷ്ടപ്പെടുത്തിയിട്ട് ദൈവത്തിന്റെ സ്വന്തം ജനത അഭിഷേകത്തിന്റെ നാട്ടിൽ നിന്നും വീണ്ടും അടിമത്തത്തിലേക്ക് പോയി. അവിടെയാണ് നമ്മൾ കാണുന്നത് ബാബിലോണിയൻ അടിമത്തം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, അബ്രാഹത്തെ വിളിച്ച് 1000 വർഷത്തിന് ശേഷം ദൈവം നൽകിയ സമൃദ്ധിയുടെ ജീവിതം, സംരക്ഷണത്തിന്റെ ജീവിതം, കൃപയുടെ ജീവിതം വെറും 500 വർഷം കൊണ്ട് നഷ്ടപ്പെടുത്തിയിട്ട് ദൈവത്തിന്റെ സ്വന്തം ജനത ദൈവത്തിൽ നിന്നും പിന്തിരിഞ്ഞ് ജീവിച്ചതിൻ്റെയും ദൈവത്തെ അറിയാതെ ജീവിച്ചതിൻ്റെയും ഒക്കെ പരിണിത ഫലമായിട്ട് അവർ വീണ്ടും അടിമത്തത്തിലേക്ക് പോയി. ചരിത്രത്തിന്റെ താളുകളിൽ നമ്മൾ വായിക്കുന്നു, ദൈവ കൂടെ ഉണ്ടായിരുന്നിട്ടും അടിമത്തത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ട പരാജയത്തിന്റെ അനുഭവങ്ങളിലേക്ക് വീണ്ടും പോയ ഒരു ജനത, ഇസ്രായേൽ ജനത. പിന്നീട് 70 വർഷത്തിന് ശേഷം എസ്രാ, നെഹെമിയ പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ അവർ വീണ്ടും കാനാൻ ദേശത്തേക്ക് വരുന്നുണ്ടെങ്കിലും ചരിത്രം വീണ്ടും ആവർത്തിച്ചു. അവർ വീണ്ടും ദൈവത്തെ മറന്ന് കൽപ്പനകൾ ലംഘിച്ച് ഉടമ്പടി ലംഘിച്ച് അതിന്റെ ഫലമായിട്ട് വീണ്ടും പല രാജ്യങ്ങളുടെ അടിമത്തത്തിലേക്ക് അവർ പോവേണ്ടി വന്നു. ഇതാണ് ഇസ്രായേൽ ജനതയുടെ ചരിത്രം. ഇന്നും അസ്വസ്ഥതയിൽ ജീവിക്കുവാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയായിട്ട് ഇസ്രായേൽ ജനത ചരിത്രത്തിൽ അവശേഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇസ്രായേൽ ജനതയുടെ ജീവിത ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം മറന്നെന്നാൽ, വഴി നടത്തിയ ദൈവത്തിന്റെ സംരക്ഷണം നീ വേണ്ട എന്ന് വെച്ചെന്നാൽ, നീ നിന്റെ അഭിഷേകത്തിലേക്കും സമൃദ്ധിയിലേക്കും വരുന്ന ഒരു സമയത്ത് അതുക്ക് മുന്നേ നിന്നെ വഴി നടത്തിയ ദൈവത്തിന്റെ സാന്നിധ്യവും സംരക്ഷണവും നീ മറന്നുപോയെന്നാൽ പഴയതിനേക്കാളും ആഴമുള്ള വീഴ്ചയിലേക്ക് നിന്റെ ജീവിതത്തെ നീ തന്നെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതാണ് വാസ്തവം. ശക്തനായ ദൈവം കൂടെ ഉണ്ടായിട്ടും എല്ലാ മനുഷ്യരും എല്ലാ ശത്രുക്കളും ഭയപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഈ ജനത വീണ്ടും അടിമത്തത്തിലേക്ക് പോയി എന്ന് ചോദിച്ചെന്നാൽ, സ്നേഹമുള്ളവരെ, അവർ ജീവിച്ചതിന്റെ കുറവാണ്. ദൈവത്തിൽ നിന്നും അവർ അകന്നുപോയതിന്റെ കുറവാണ്. ദൈവത്തെ വിളിക്കാതിരുന്നതിന്റെ കുറവാണ്. ദൈവത്തെ ആരാധിക്കാതിരുന്നതിന്റെ കുറവാണ്. ഇന്നും നമ്മളുടെ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കണ്ണുനീരിന്റെയും പരാജയങ്ങളുടെ പിന്നിൽ ദൈവത്തെ വിളിക്കുവാനായിട്ടുള്ള മനുഷ്യന്റെ കുറവുണ്ട്. എന്തുകൊണ്ട് ആ കർത്താവിന്റെ ജ്ഞാനസ്നാന ജലം വീണ് എല്ലാം നൽകുവാൻ ശക്തിയുള്ള ആത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചിട്ടും ഒന്നുമില്ലാതെ നമ്മൾ ഇങ്ങനെ കണ്ണീർ കയങ്ങളിൽ അസ്വസ്ഥതയോടെ മുന്നോട്ട് പോകുന്നത് ചോദിച്ചെന്നാൽ ഒരേ ഒരു ഉത്തരം മാത്രമേ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മളുടെ ആഗ്രഹവും നമ്മുടെ സ്വപ്നങ്ങളും
നമ്മുടെ പ്രതീക്ഷകളും ലോകത്തിൻ്റെതായി മാത്രം അധപ്പതിച്ചതിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളാണ്. വിളിക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട, അഭിഷേകം ചെയ്യപ്പെട്ട ഈ ജനത ഇങ്ങനെ അസ്വസ്ഥതയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹമുള്ളവരെ, ആരാധനയുടെ വലിയൊരു സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉയരപ്പെടണം. നഷ്ടപ്പെട്ടു പോയ പഴയകാല ജീവിത അനുഭവത്തിലേക്ക് നമ്മൾ തിരികെ വരണം. പ്രവാചക ഗ്രന്ഥങ്ങളുടെ ഇടയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിന്റെ പേര് വിലാപങ്ങളുടെ പുസ്തകം. 5 വിലാപ കാവ്യങ്ങളാണ്. ഒരു സമൃദ്ധിയിൽ ജീവിച്ചിരുന്ന ഒരു ജനത, അഭിമാനത്തോടുകൂടെ കണ്ടിരുന്ന ജെറുസലേം ദേവാലയം, ഇതൊക്കെ കൺമുമ്പിൽ തകർന്നു പോകുകയും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നത് കണ്ടതിൻ്റെ വേദനയിൽ, വിങ്ങലിൽ എഴുതപ്പെട്ട 5 കാവ്യങ്ങൾ, വിലാപകാവ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 5-ാമത്തെ കാവ്യത്തിന്റെ 21-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവമേ, ഞങ്ങൾ അങ്ങിലേക്ക് തിരികെ വരേണ്ടതിന് ഞങ്ങളെ അങ്ങിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. കണ്ണുനീരിന്റെ വ്യാവൃതയിൽ, വിങ്ങിപ്പൊട്ടലിന്റെ അസ്വസ്ഥതയിൽ നിന്നുകൊണ്ട് പഴയകാല അനുഭവത്തിലേക്കും സമൃദ്ധിയിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള ഒരു ആത്മാവിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. കർത്താവിന്റെ വചനം പറയുന്നുണ്ട്: ദൈവമേ, ഞങ്ങൾ അങ്ങിലേക്ക് മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നും ഉയരേണ്ട ഏറ്റവും മനോഹരവും ശക്തവുമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്: ദൈവമേ, ഞങ്ങൾ അങ്ങിലേക്ക് മടങ്ങി വരേണ്ടതിന് ഞങ്ങൾ അങ്ങിലേക്ക് തിരിക്കണമേ. ശരിക്കും നമ്മൾ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മനുഷ്യൻ ഇങ്ങനെയാണ് നിന്നത്. എങ്ങനെയാണ്? ഇങ്ങനെ ദൈവത്തെ മുഖത്തോട് മുഖം നോക്കി നിന്നു മനുഷ്യൻ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പാപം ചെയ്യുന്നതിന് മുമ്പുള്ള മനുഷ്യന്റെ ജീവിതം. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, വെയിലാർന്ന സമയത്ത് ദൈവം തോട്ടത്തിൽ നടക്കാൻ ഇറങ്ങും. അപ്പോൾ ദൈവത്തിന്റെ കൂടെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ആദവും ഹവായും. പക്ഷെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു, പതിവനുസരിച്ച് ദൈവം തോട്ടത്തിൽ നടക്കാൻ വന്നപ്പോൾ ഈ ടീമിനെ കാണാനില്ല. എവിടെ പോയി? എന്താ സംഭവിച്ചേ? മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പാപം കടന്നു വന്നു. ചെയ്യാൻ പാടില്ലാത്ത, അരുതാത്ത കാര്യം മനുഷ്യൻ ചെയ്തു. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? പഴയതുപോലെ ദൈവം നടക്കാൻ വന്നു. പക്ഷേ മനുഷ്യന്റെ പാപബോധം അവനെ ദൈവത്തിൽ നിന്നും അകറ്റി. ദൈവം വിളിച്ചു ചോദിച്ചപ്പോൾ ഉത്തരം വന്നത് കുറെ മരങ്ങൾക്ക് അപ്പുറം നിന്നായിരുന്നു. അബ്രാഹാം പറഞ്ഞു, തോട്ടത്തിൽ നിന്റെ കാലൊച്ച കേട്ടപ്പോൾ ഞങ്ങൾ നഗ്നരായത് കൊണ്ടിട്ട് ഓടി ഒളിച്ചതാണ്. ദൈവം ചോദിച്ചു, നിങ്ങൾ നഗ്നരാണെന്ന് ആരാണ് പറഞ്ഞേ? നിങ്ങൾ നഗ്നരാണെന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിലെ ഫലം നിങ്ങൾ തിന്നോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ നഗ്നരാണെന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിലെ ഫലം നിങ്ങൾ തിന്നോ? പാപം ചെയ്ത മനുഷ്യനെ വീണ്ടും തിരിച്ചു വിളിക്കാനായിട്ടുള്ള ദൈവത്തിന്റെ ആദ്യത്തെ ശ്രമം, ഉത്തരം എന്തായിരുന്നു? ഞാൻ പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ എന്ന ഒരു സങ്കീർത്തന, പാപത്തിന്റെ സങ്കീർത്തന അല്ല മനുഷ്യരിൽ നിന്നും പുറത്തേക്ക് വന്നത്. മറിച്ച് അവൻ തന്റെ പാപത്തെ എന്ത് ചെയ്തു? ന്യായീകരിച്ചു. എന്തെന്ന് പറഞ്ഞ ന്യായീകരിച്ചേ? അതെന്ത് പറഞ്ഞു? കേൾക്കാവോ? അതെന്താ പറഞ്ഞേ? നിങ്ങൾ നഗ്നരാണെന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിലെ ഫലം നിങ്ങൾ തിന്നോ എന്ന ദൈവത്തിന്റെ ചോദ്യത്തിന് ആദം കൊടുത്ത ഉത്തരം എന്താണ്? ഉത്തരം എന്താണ്? നീ കൂട്ടിന് നൽകിയ സ്ത്രീ എനിക്ക് പഴം തന്നു, ഞാനത് ഭക്ഷിച്ചു. സ്ത്രീ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം ഭക്ഷിച്ചു. സ്നേഹമുള്ളവരെ,
ചെയ്ത തെറ്റ് ന്യായീകരിക്കുന്ന മനുഷ്യന്റെ പ്രവണത രൂപപ്പെട്ടത് അവിടെ നിന്നാണ്. തെറ്റിപ്പോയി എന്നോട് കരുണായിരിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് വീണ്ടും കടന്നു വരേണ്ടതിന് പകരം ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് മനുഷ്യൻ വീണ്ടും വീണ്ടും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും അകന്നുപോയ ചരിത്രവും പാരമ്പര്യമുള്ളവരാണ് മനുഷ്യൻ. അതിൽ വ്യത്യാസമുണ്ടാകണം. അതിൽ വ്യത്യാസമുണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയണം. സ്വീകരിക്കുന്ന വചനം നമ്മളിൽ മാംസം ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ ജനതയെ ദൈവം തിരഞ്ഞെടുത്തത്? ഒരുപാട് ജനത അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടിട്ട് ഇസ്രായേൽ എന്ന ജനതയെ മാത്രം ദൈവം ഇങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചെന്നാൽ ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനതയായിരുന്നു ഏറ്റവും ചെറിയ ജനത, മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ജനത, കാഴ്ചയിൽ പോലും ഏറ്റവും ചെറിയ ഒരു ജനത. അതുകൊണ്ടിട്ടാണ് ദൈവം അവരെ തിരഞ്ഞെടുത്തത്. നമ്മളുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ ആരും ഒരിക്കലും ചിന്തിക്കരുത് എൻ്റെ കഴിവോ ബുദ്ധിയോ ശക്തിയോ സാമർഥ്യമോ പാരമ്പര്യമോ കുടുംബമോ കൊണ്ടിട്ടല്ല ദൈവം നമ്മളെ ഓരോ ജീവിത മേഖലകളിലേക്ക് വിളിക്കുന്നത്. മറിച്ച് ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയാണ്. ഇന്നിവിടെ ആയിരിക്കുവാനായിട്ട് 10,000ങ്ങളിൽ നിന്നും ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് നമ്മളോട് കാണിച്ച കരുണയാണ്. അതുകൊണ്ടാണ് റോമ 9:14 കർത്താവിന്റെ വചനം പറയുന്നത്, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നവുമല്ല, ദൈവത്തിന്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഞാൻ എത്ര ആഗ്രഹിച്ചെന്നാലും ഞാൻ എത്ര പ്രാർത്ഥിച്ചെന്നാലും എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുന്നത് ദൈവത്തിന്റെ കരുണയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ ഒരു സത്യം ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എപ്പോഴും ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കാനായിട്ടുള്ള വലിയൊരു ലാളിത്യം, എളിമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. ഒരു കുഞ്ഞിനെ പോലെ, അപ്പന്റെ കൂടെ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ഏത് സമയവും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു അഭിഷേകത്തിന്റെ, ഒരു സമൃദ്ധിയുടെ ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമുക്ക് ഇടവരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അങ്ങനെ ദൈവം ഒരു ജനതയെ രൂപപ്പെടുത്തി. ജനതയ്ക്ക് ദൈവം വസിക്കുവാനായിട്ട് വാഗ്ദാനം ചെയ്ത സമൃദ്ധിയുടെ ഒരു ദേശം നൽകി. ദൈവം എപ്പോഴും ആഗ്രഹിച്ചത് തൻ്റെ ജനത തൻ്റെ കൂടെ ഉണ്ടാകുമെന്നാണ്. പക്ഷെ ചരിത്രം പറയുന്നു, അവർ ദൈവത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടേയിരുന്നു. എപ്പോഴൊക്കെ ദൈവം ജനതയെ വീണ്ടും അടിമത്തിൽ നിന്നും മോചിപ്പിച്ച് വീണ്ടും കൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ, കുറെ നാൾ കഴിയുമ്പോൾ അവർ പിന്നെയും മറന്ന് ദൈവത്തിനെതിരെ പാപം ചെയ്ത് പിന്നെ അടിമത്തത്തിലേക്ക് പോകും. ഇങ്ങനെ ചരിത്രം ആവർത്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് രൂപപ്പെട്ട പ്രവാചകന്മാരിലൂടെ ദൈവം തന്റെ ജനത്തോട് കുറെ സങ്കടങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ കുറെ സങ്കടങ്ങൾ, തന്റെ ജനം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കുറെ കണ്ണുനീരിന്റെ സങ്കടങ്ങൾ കർത്താവ് പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. ആ സങ്കടങ്ങളെ കുറിച്ചാണ് സ്നേഹമുള്ളവരെ നമ്മൾ ഇന്ന് ഇവിടെ ധ്യാനിക്കുവാൻ പോകുന്നത്. നമ്മൾ കാണുന്ന ദൈവത്തിന്റെ ആദ്യത്തെ സങ്കടം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു വചനമാണ്. കർത്താവ് അരുളി ചെയ്തു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള അതിന്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിന്റെ യജമാനന്റെ തൊഴുത്തും. എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തൻ്റെ ജനത്തോട് ദൈവം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ആദ്യത്തെ സങ്കടം എന്താണെന്ന് ചോദിച്ചെന്നാൽ കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ എൻ്റെ മക്കളെ എങ്ങനെ വളർത്തി? പോറ്റി വളർത്തി. ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിക്കുന്നു.
കഴുത അവന്റെ യജമാനനെ അറിയുന്നു, കാള അതിന്റെ യജമാനനെ തൊഴുത്തും. എന്നാൽ എൻ്റെ ജനം അറിയുന്നില്ല, ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, മനുഷ്യന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തകർച്ചകളുടെയും പിന്നിൽ കർത്താവിന്റെ ഈ ഒരു സങ്കടമുണ്ട്, കർത്താവിന്റെ കണ്ണുനീരുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ മനുഷ്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, സൃഷ്ടിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ മനുഷ്യനെ കുറിച്ച് പറയുന്നത്, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ മാത്രം ദൈവം തനിക്ക് വേണ്ടി സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? തന്നെ അറിയുവാൻ, സ്നേഹിക്കുവാൻ, തൻ്റെ സ്നേഹം പങ്കുവെക്കുവാൻ, തൻ്റെ കൂടെ ആയിരിക്കുവാൻ. എപ്പോഴും തൻ്റെ മക്കൾ തൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ ജീവശ്വാസം നൽകിയിട്ട് മനുഷ്യനെ രൂപപ്പെടുത്തിയത്, ഈ പ്രപഞ്ചത്തിന്റെ മകുടമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് കലഹിക്കുന്നു. മൃഗങ്ങൾ പോലും യജമാനനോട് കൂറ് കാണിക്കുന്നുണ്ട്, മൃഗങ്ങൾ പോലും യജമാനനെ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല, ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പ്രഭാഷങ്ങളുടെ പുസ്തകത്തിൽ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം പറയുന്ന സമയത്ത് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, നീ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ കൂരിരുട്ടിൽ നിന്റെ വിളക്ക് അണഞ്ഞു പോകും. എവിടെയാ അണഞ്ഞു പോണേ? കൂരിരുട്ടിൽ വിളക്ക് അണഞ്ഞു പോകും. കൂരിരുട്ടിൽ വിളക്ക് അണഞ്ഞു പോകും എന്ന് പറഞ്ഞെന്നാൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില സ്വപ്നങ്ങളുണ്ട്, നാളെ നമ്മുടെ ജീവിതത്തെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുമെന്ന് നമ്മൾ കരുതുന്ന ചില കാര്യങ്ങളുണ്ട്. ചില അസ്വസ്ഥതകളുടെ സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതുകൂടെ നമുക്ക് ഇല്ലാണ്ടായി പോകും. സ്നേഹമുള്ളവരെ, മക്കൾ നമ്മുടെ വിളക്കാണ്, സമ്പത്ത് നമ്മുടെ വിളക്കാണ്, ആരോഗ്യം നമ്മുടെ വിളക്കാണ്. പക്ഷേ ചില സന്ദർഭത്തിൽ ഈ കൂരിരുട്ടിൽ വിളക്ക് അണഞ്ഞു പോകുന്നത് പോലെ ഈ നമ്മൾ പിടിച്ചുകൊണ്ട് നടക്കുന്ന വിളക്ക് കെട്ടുപോകും. അപ്രതീക്ഷിതമായിട്ടുള്ള ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഡാനിയലച്ചൻ പലപ്പോഴും പറയുന്ന ഒരു 2-3 അനുഭവങ്ങളുണ്ട്. ഒരു പെൺകുട്ടിയെയും കൊണ്ട് മാതാപിതാക്കൾ അച്ഛൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതാണ്. തെറ്റായ ഒരു പ്രേമബന്ധത്തിലേക്ക് പോയതിന്റെ വെളിച്ചത്തിൽ അവളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ, പാവപ്പെട്ട ഈ മാതാപിതാക്കൾ മകളെയും കൊണ്ട് അച്ഛൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അച്ഛൻ ഈ മകളോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവളുടെ പ്രതികരണം, അച്ഛനെയും കുട്ടി ഇത് 4ാമത്തെ കത്തനാരാണ് എന്ന് പറഞ്ഞ അവക്ക് പുച്ഛം, വന്നതിൽ ആഗ്രഹമില്ല. അപ്പന്റെ അമ്മയുടെയും നിർബന്ധപ്രകാരം അച്ഛൻ്റെ അടുക്കൽ വന്നിരിക്കണേണ്. അച്ഛനെയും കൂട്ടി ഇത് 4ാമത്തെ കത്തനാരാണ്. അച്ഛൻ പറയുന്നത്, ഞാൻ എന്ത് ചെയ്യാനാണ്, മാതാപിതാക്കൾ അവളെയും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ അവളോട് സംസാരിച്ചു തുടങ്ങി. അച്ഛൻ അവളോട് പറഞ്ഞു, 10, 18, 21 വയസ്സുള്ള നിന്നെ ഇത്രയും വർഷം നിനക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് വളർത്തിയതിന്റെ ഒരു സന്തോഷം അവരോട് നിനക്ക് കാണിക്കാം. ഒന്നുമില്ല, ഇത്രയും നാള് നിന്നെ കൊല്ലാണ്ട് കാത്തു സൂക്ഷിച്ചതിന്റെ ഒരു സ്നേഹവും ഒരു കടപ്പോടും ഈ പാവപ്പെട്ട ഈ അപ്പന്റെ അമ്മയോട് നിനക്ക് കാണിക്കാം. അങ്ങനെ കുറെ നേരം അച്ഛൻ ഇവളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൾ അച്ഛനോട് പറഞ്ഞ ഉത്തരം, പെറ്റിട്ടാൽ വളർത്തണം, ആരും കണക്ക് പറയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് കൊടുങ്കാറ്റ് പോലെ അച്ഛൻ്റെ അടുക്കൽ നിന്നും ഇറങ്ങിപ്പോയ ഒരു മകൾ. സ്നേഹമുള്ളവരെ, അപ്പനും അമ്മയ്ക്കും അവള് വിളക്കായിരുന്നു. പെട്ടെന്ന് അത് അണഞ്ഞുപോയി. അതുകൊണ്ടിട്ടാണ് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, എന്നേക്കാളുപരി മാതാപിതാക്കളെയോ മക്കളെയോ വീടിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞെന്നാൽ
ഒരു അർപ്പണത്തിന്റെ ഒരു ജീവിതത്തിലേക്ക്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, സ്നേഹമുള്ളവരെ, ദൈവത്തിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കാരണം അത് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് കൈവിട്ടു പോകും. വർഷങ്ങൾക്ക് ശേഷം ഒരു സുഹൃത്തിനെ ഒരു ആശുപത്രിയുടെ വരാന്തയിൽ വെച്ച് കണ്ടപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസ് ഉണ്ട്. അഭിമാനത്തോടു കൂടി പറഞ്ഞു, സന്തോഷത്തോടു കൂടി പറഞ്ഞു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആശുപത്രി വരാന്ത വെച്ച് കണ്ടപ്പോൾ അവന്റെ മറുപടി 10 ഇഞ്ചക്ഷൻ 15 ലക്ഷം രൂപ. 10 ഇഞ്ചക്ഷൻ 15 ലക്ഷം രൂപ. 15 ലക്ഷം രൂപ തീരാനായിട്ട് 10 ദിവസം അടുപ്പിച്ച് വേണ്ടി വന്നില്ല അച്ചോ. ഇതൊക്കെ മനുഷ്യർ അച്ഛന്മാരോട് പങ്കുവെക്കുന്ന ചില അനുഭവങ്ങളുടെ യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞെന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കൈവിളക്കുകളുണ്ട്. എന്തൊക്കെ നഷ്ടപ്പെട്ടെന്നാലും ആരൊക്കെ ഇല്ലാണ്ടായെന്നാലും ഇവരൊക്കെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ചേർത്ത് വെക്കുന്ന ചില സമ്പത്തും ആരോഗ്യവും മക്കളുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് നമ്മുടെ കൈവിളക്ക്. കൂരിരുട്ടിൽ അതിങ്ങനെ കെട്ടുപോകും. കൂരിരുട്ടിൽ അത് കെട്ടുപോകും. ആരൊക്കെ നഷ്ടപ്പെട്ടെന്നാലും ദൈവം മാത്രമേ ഉള്ളൂ എന്ന സത്യം തിരിച്ചറിയാതെ ജീവിക്കുന്ന മനുഷ്യ, നീ തിരിച്ചറിയണം, ഈ ലോകത്ത് നിന്നോട് കൂടെ കൂടിയതെല്ലാം നിനക്ക് നഷ്ടപ്പെടും. അത് സമ്പത്താണേലും മക്കളാണേലും നമ്മളുടെ കൂടെയുള്ള ആരാണേലും നമ്മുടെ ആരോഗ്യമാണേലും അതൊരിക്കൽ നമ്മളെ വിട്ട് പിരിയും. കൂടെയുള്ളത് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ എന്ന സത്യം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ടെങ്കിൽ, സ്നേഹമുള്ളവരെ, ഈ രാത്രി കർത്താവ് നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ഞാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നിലനിൽക്കുന്ന സത്യം ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഈ വചനം പ്രഘോഷിച്ച ദൈവത്തിന്റെ അഭിഷേകവും പരിശുദ്ധാത്മാവും മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ആ സത്യം ബോധ്യം നമ്മൾ തിരിച്ചറിയണം. ആ ദൈവത്തിന്റെ അഭിഷേകത്തിൽ സാന്നിധ്യത്തിൽ ജീവിക്കുവാനായിട്ടുള്ള വലിയ അനുഗ്രഹത്തിനായി, കാരുണ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കണം. അകന്നു പോകുമ്പോഴൊക്കെ ഇസ്രായേൽ ജനത വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പോലെ, കർത്താവേ ഞങ്ങളെ വീണ്ടും അങ്ങിലേക്ക് തിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞു വെച്ചു, ജനത ആദ്യം നിന്ന് ഇങ്ങനെയാണ്, ദൈവത്തോട് മുഖം നോക്കി നിന്നു. കുറെ കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ മറന്നു. എന്നിട്ട് അവർ ദൈവത്തിൽ നിന്നും ഇങ്ങനെ അകന്നകന്നു പോയപ്പോൾ അവർ തിരിച്ചറിഞ്ഞ ഒരു സത്യമുണ്ട്. പലതും നഷ്ടപ്പെട്ടു. പലരും നമ്മളെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. പലരും ഞങ്ങളുടെ മുമ്പിൽ വിജയം വരിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ദൈവത്തിൽ നിന്നും അകന്നുപോയ ജനത നെടുവീർപ്പോടുകൂടെ, കണ്ണുനീരോടുകൂടെ, വിശ്വാസത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ നടത്തിയ പ്രാർത്ഥനയാണ് വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ നമ്മൾ വായിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ അങ്ങിലേക്ക് തിരികെ വരുന്നതിന് ഞങ്ങളെ അങ്ങിലേക്ക് തിരിക്കണമേ. ഈ ദൈവത്തിൽ നിന്നും അകന്നുപോയ ജനത വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങൾ അങ്ങിലേക്ക് തിരികെ വരേണ്ടതിന് ഞങ്ങൾ അങ്ങിലേക്ക് തിരിക്കണമേ. എന്നിട്ട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ എന്ന് പറഞ്ഞെന്നാൽ, പണ്ട് ഞങ്ങൾ നിന്റെ മുഖത്തോട് മുഖം നോക്കി നിന്നപ്പോൾ അനുഭവിച്ച ആ സന്തോഷവും സമൃദ്ധിയും കൃപയും വീണ്ടും അനുഭവിക്കുവാനായിട്ടുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ മുന്തിരിവള്ളിയും ശാഖകളും മുന്തിരിച്ചെടിയും ശാഖകളും ഉള്ള ഉപമയെക്കുറിച്ച് പറയുന്ന സമയത്ത് യോഹന്നാന്റെ സുവിശേഷം 15:5 കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 12:31 കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിക്കത്രേ ചെയ്യുന്നത്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള ഒരു വചനമാണ്. വചനം പറയുന്നുണ്ട്, നിങ്ങൾ ഏറെ വിതയ്ക്കുന്നു, പക്ഷേ കുറച്ച് മാത്രമേ കൊയ്യുന്നുള്ളൂ. നിങ്ങളേറെ ഭക്ഷിക്കുന്നു, തൃപ്തി ഉണ്ടാകുന്നില്ല.
നിങ്ങളേറെ പാനം ചെയ്യുന്നു, തൃപ്തിയില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, തണുപ്പ് മാറുന്നില്ല. നിങ്ങൾക്ക് കൂലി കിട്ടുന്നുണ്ട്, കിട്ടുന്നത് ഓട്ടക്കീശയിലാണ്. സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, നിങ്ങൾ മലയിൽ ചെന്നിട്ട് മരമെടുത്തു കൊണ്ടുവന്ന് ദൈവത്തിന് ആലയം പണിയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ ആലയം, നഷ്ടപ്പെട്ടു പോയ ദൈവ ബന്ധം, നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യം നമ്മൾ തിരിച്ചു പിടിക്കണം. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സങ്കടം ഇന്ന് രാത്രി നമ്മളിലൂടെ ഇല്ലാതാവണം. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സങ്കടം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സങ്കടം. ഞാൻ നിന്നെ പോറ്റി വളർത്തി, നീ എന്നോട് കലഹിച്ചു കൊണ്ടിരിക്കുന്നു. മൃഗങ്ങൾ അതിൻ്റെ യജമാനന്റെ തൊഴുത്തൊക്കെ തിരിച്ചറിയുന്നുണ്ട്. എന്നിട്ട് നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, നീ എന്നെ ഗ്രഹിക്കുന്നില്ലല്ലോ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം. എന്നെ രക്ഷിച്ച് എന്നെ വഴി നടത്തിയ നമ്മുടെ ജീവിതത്തിന്റെ പിന്നോട്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എത്രയോ അനുഗ്രഹീതമായ വഴികളിലൂടെയാണ് ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തിയത്. ചില കണ്ണുനീരിന്റെയും അസ്വസ്ഥതകളെ കാലഘട്ടത്തിൽ ആരും സഹായിക്കാനില്ലാത്ത അവസരം വന്നപ്പോഴേക്കും നമ്മൾ കണ്ണുനീരോടുകൂടെ കർത്താവിന്റെ മുമ്പിൽ കൈവിരിച്ചു പ്രാർത്ഥിച്ചതിന്റെ ഒക്കെ ഫലമാണ് ഇന്നിവിടെ ഈ സന്തോഷത്തോടു കൂടെ ഇരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ശക്തി. അത് തിരിച്ചറിയാതെയും അത് മനസ്സിലാക്കാതെയും നമ്മൾ പോയി കഴിഞ്ഞെന്നാൽ നമ്മുടെ ജീവിതം പരാജയമായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, രണ്ടാമത്തെ ദൈവത്തിൻ്റെ വിലാപം നമ്മൾ കാണുന്നത് ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം. അറിയാവുന്ന വചനമാണ്. എന്താണ് വചനം പറയുന്നത്? ജെറമ്യ 2:13. ജെറമ്യ 2:13 വചനം എന്താ പറയണത്? എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ഒന്ന്, ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. 2, ജലം ശേഖരിക്കുവാൻ ശക്തിയില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം. തൻ്റെ ജനത്തിനോട് ദൈവം കണ്ണുനീരോടുകൂടെ പറയുന്ന രണ്ടാമത്തെ സങ്കടം. ഒന്ന്, എൻ്റെ ജനത 2 തിന്മകളാണ് എനിക്കെതിരെ ചെയ്തത്. ഒന്ന്, ജീവജലത്തിന്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കുവാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഞാൻ ഒരു ചെറിയൊരു പള്ളിയിലിരിക്കുന്ന സമയത്ത് അവിടെ ജീസസ് യൂത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, വളരെ ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. നല്ല പ്രാർത്ഥന, നല്ല പ്രവർത്തനങ്ങൾ. എപ്പോഴും എബൈഡിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് കുട്ടികളെയൊക്കെ ഒരുക്കിക്കൊണ്ട് അവൻ പോകുമായിരുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇവനെ കാണാനില്ല. അന്വേഷിച്ചപ്പോഴാണ് തിരിച്ചറിയുന്നത് അവൻ എന്തോ അസ്വസ്ഥതകൾ രൂപപ്പെട്ടിരിക്കുന്നതാണ്, പണ്ടത്തേതുപോലെയുള്ള. പിന്നീട് അവനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കി ഒരു 2-3 കിളികൾ എങ്ങനെയൊക്കെ അവന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ മനസ്സിലാവുമോ? 2-3 കിളികൾ എവിടെ നിന്നൊക്കെയോ പറന്നു പോയിട്ടുണ്ട്. അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഏതോ കൂട്ടുകാരന്മാരുടെ കൂട്ടത്തില് എന്തോ പരിപാടിക്ക് പോയി യോഗ ചെയ്തതാണ്. യോഗ ചെയ്തു, സൂര്യ നമസ്കാരം, അവർ പഠിപ്പിച്ച കുറെ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടു. നന്നായിട്ട് പ്രാർത്ഥിച്ചും ദൈവത്തിന്റെ വചനം കേട്ടും ദൈവത്തിന്റെ കൂടെ നിന്നിരുന്ന അവന് അത് കഴിഞ്ഞപ്പോൾ ചില അസ്വസ്ഥതകൾ രൂപപ്പെടാൻ തുടങ്ങി. അവന് തന്നെ ബോധ്യപ്പുണ്ടായി, അത് ഞാൻ ചെയ്യാത്ത എന്തോ ചെയ്തിരിക്കുന്നു. ആ ചിന്തയിൽ നിന്നും അവന്റെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ രൂപപ്പെടാൻ തുടങ്ങി. അവൻ അസ്വാഭാവികമായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, കുറെ നാളിന് ശേഷം അവനെ കണ്ടപ്പോൾ അവര് 2-3 കിളിയൊക്കെ പറന്നു പോയെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. യോഹന്നാന്റെ സുവിശേഷം 10:10 കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, കള്ളം വരുന്നത് എന്തിനാ വരണേ? വല്ലതും തരാൻ വേണ്ടിയിട്ടാണോ?
ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടാണോ കള്ളം വരുന്നത്? മറ്റേ ഈ ക്രിസ്മസിന് ക്രിസ്മസ് പപ്പ വരുന്നത് പോലെയാണോ കള്ളം വരുന്നത്? കള്ളം വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മോഷ്ടിക്കാനും കൊല്ലാനും തകർക്കാനും. കള്ളം വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും തകർക്കാനും. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ, അത് സമൃദ്ധമായി ഉണ്ടാകാൻ. സ്നേഹമുള്ളവരെ, കർത്താവ് നമ്മളിലേക്ക് കടന്നു വരുന്നത് നമുക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായി നൽകാനും വേണ്ടിയിട്ടാണ്. പക്ഷെ കള്ളം കടന്നു വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും തകർക്കുവാനുമാണ്. നമ്മൾ ചില സുഹൃത്ത് ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടും ചിലത് കാണാനായിട്ടുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ടും ചില ആകാംക്ഷയ്ക്ക് വേണ്ടിയിട്ടും ചില സ്ഥലങ്ങളിൽ ചെന്നാൽ അവർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്തെന്നാൽ നമ്മൾ ആഗ്രഹിക്കാത്തെയും നമ്മൾ പ്രതീക്ഷിക്കാത്തെയും നമ്മൾ മനസ്സിലാക്കാത്തെയും രീതിയിൽ ചില കള്ളന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവർ നമ്മളെ തകർക്കും, നമ്മളെ മോഷ്ടിക്കും, നമ്മളെ ഇല്ലായ്മ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ജ്ഞാനസ്നാന വെള്ളം തലയിൽ വീണ ആത്മാവിന്റെ സമൃദ്ധി കൈവെപ്പിലൂടെ ലഭിച്ച ദൈവം, ജീവിക്കുന്ന ദൈവം ഉള്ളിൽ വസിക്കുന്ന നമ്മൾ ഒരു കാരണവശാലും തിന്മയുടെ പിറകെ പോവരുത്. ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഒന്നിന്റെയും മുമ്പിൽ പോയി നിൽക്കരുത്. ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഒന്നും ആവർത്തിക്കരുത്. അത് നമ്മുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു വെളിപാട് നമുക്ക് ലഭിക്കുന്നത്. 6-ാം അധ്യായത്തിന്റെ 56-ാം വാക്യം കർത്താവിന്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്ന ദൈവമാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത്. ആ പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ ലോകത്തിൽ ജീവനോടുകൂടെ, ആ ജീവൻ സമൃദ്ധിയോടുകൂടെ നിലനിൽക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയ കൃപയുടെ അനുഗ്രഹമാണ് പരിശുദ്ധ കുർബാന. കൂദാശയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, ജീവൻ നൽകുന്ന എന്നെന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ശക്തിയാണ് ഓരോ കൂദാശയും. എന്താണ് കൂദാശ? എന്നെന്നും ജീവിക്കുന്ന, ജീവൻ നൽകുന്ന ദൈവത്തിന്റെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ശക്തിയാണ് കൂദാശ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ കുർബാന ഏറ്റവും വലിയ ശക്തിയാണ്. ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയ ശക്തിയാണ് പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാതെ, നൽകപ്പെട്ടിട്ടുള്ള കൂദാശകൾ സ്വീകരിക്കാതെ ഈ ലോകത്തിൽ ഈ ജീവന്റെ സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ പറ്റും എന്ന് നമ്മൾ വിചാരിച്ചെന്നാൽ സ്നേഹമുള്ളവരെ, നമുക്ക് പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. പരിശുദ്ധ കുർബാനയുടെ ശക്തിയെ കുറിച്ച് നമുക്ക് അറിയാൻ പാടില്ല, വിശ്വാസമില്ല. എന്നാൽ അവിടെ മന്ത്രവാദം, അങ്ങനെയുള്ള കാര്യങ്ങൾ, കൈനോട്ടം, അങ്ങനെയുള്ള ചില ദുഷ്ടകാര്യങ്ങൾ ഉണ്ട്. അവിടെ ചെന്നാൽ നിന്റെ ഈ അവസ്ഥ മാറും, അവിടെ ചെന്നാൽ നിനക്ക് ഉയർച്ച ഉണ്ടാകും, അവിടെ ചെന്നാൽ നിനക്ക് കുറെ കൂടെ കൂടുതൽ മാർക്ക് കിട്ടും, അവിടെ ചെന്നാൽ ചില തടസ്സങ്ങൾ വിട്ടുമാറും, അവിടെ ചെന്നാൽ നിനക്ക് ജോലി കിട്ടും, അവിടെ ചെന്നാൽ നിനക്ക് വിസ കിട്ടും എന്നൊക്കെ ചില മനുഷ്യർ നമ്മളോട് പറയുമ്പോൾ, ചിലർ നമ്മളോട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, ജീവൻ നൽകുവാൻ ശക്തിയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം മറന്നും, ജീവന്റെ സമൃദ്ധി നൽകുന്ന പരിശുദ്ധ കുർബാനയെ മറന്നും, ദൈവത്തിന്റെ ശരീരത്തിൽ നിന്നും ശക്തിയായിട്ട് നമുക്ക് തരുന്ന ചില കുദാശകളെ മറന്നും നമ്മൾ അതിന്റെ പിന്നാലെ ചെല്ലും. ഫലം, കള്ളൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും, അവൻ നമ്മളെ നശിപ്പിക്കും, അവൻ നമ്മളെ ഉണ്ടായിരുന്നതെല്ലാം തിരികെ എടുത്തുകൊണ്ട് നമ്മളെ മോഷ്ടിച്ച് നമ്മളെ ഇല്ലായ്മ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ, ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ മറന്ന് മറ്റൊന്നിന്റെയും പിന്നാലെ പോകരുത്. ഈ ലോകത്തിൽ അതീവ ശക്തിയുള്ള ജീവിക്കുന്ന ദൈവം നമ്മളുടെ ദൈവമാണ്.
അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ ഒരു മനുഷ്യൻ ഏറ്റു പറയുന്നുണ്ട്, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്തായിരിക്കുന്നത് പോലെ ഇത്ര അടുത്തുള്ള ദൈവം, ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഇത് നമ്മളുടെ അഭിമാനവും അഹങ്കാരവുമാകണം. ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു ദൈവം, ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് ഉത്തരം നൽകുന്ന ദൈവം, ഞാൻ കരയുമ്പോൾ എൻ്റെ കണ്ണുനീരൊപ്പുന്ന ദൈവം. അതാണ് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നിന്റെ ഓരോ കാലടിയും ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ ഓരോ കണ്ണീർ കണങ്ങളും ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെപ്പോഴും കാണുന്നുണ്ട്, ദൈവം നമ്മളെ അനുഭവിക്കുന്നുണ്ട്. ആ ദൈവത്തെ മറന്നുകൊണ്ട് വേറൊരു ശക്തിയുടെയും പിന്നാലെ പോയി നമ്മുടെ ജീവിതം തകർച്ചയിലേക്ക് കൊണ്ടുപോകരുത്. സ്നേഹമുള്ളവരെ, ഇന്ന് ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു തലമുറ നമ്മളുടെയൊക്കെ സമൂഹത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഈ 2020 ശേഷം ഉണ്ടായ ആത്മഹത്യ കണക്കെടുത്ത് നോക്കിയെന്നാൽ നമ്മളെ ഭയപ്പെടുത്തും, നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. എന്ന് പറഞ്ഞെന്നാൽ 2020 കേരളത്തിൽ മരിച്ചവരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചെന്നാൽ 8500. 21 അത് 9640 22 വന്നപ്പോൾ അത് 10,000 എന്ന് പറഞ്ഞെന്നാൽ ഓരോ വർഷവും കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ജനങ്ങളുടെ എണ്ണം 1000 വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് കൊച്ചിയിൽ ഫാത്തിമ എന്നറിയപ്പെടുന്ന ഹോസ്പിറ്റലിലാണ്. അതിന് ചുറ്റുപെട്ട് കിടക്കുന്ന 2-3 ചെറിയ ഗ്രാമങ്ങൾ, അവിടെ റിപ്പോർട്ട് ചെയ്ത ആത്മഹത്യാ കണക്ക് ഒരു വർഷത്തിൽ 20 എന്ന് പറഞ്ഞെന്നാൽ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. കള്ളം വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും തകർക്കുവാനുമാണ്. ദൈവത്തെ അറിയാതെയും ദൈവത്തെ വിളിക്കാതെയും നമ്മൾ ജീവിച്ചെന്നാൽ നമ്മളുടെ ജീവിതം തകർച്ചയിലേക്ക് പോകും. കർത്താവ് അതാണ് പ്രവാചകനിലൂടെ നമ്മളോട് പറയുന്നത്, ജീവജലത്തിന്റെ ഉറവയായ അവർ എന്നെ ഉപേക്ഷിച്ചു, വെള്ളം ശേഖരിക്കുവാൻ ശക്തിയില്ലാത്ത പൊട്ടക്കിണറുകൾ അവർ കുത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കൊന്ന് കർത്താവിനെ സ്തുതിച്ച് നല്ല പാട്ടൊക്കെ പാടി കരങ്ങളടിച്ച് കുറെ കൂടെ ശക്തിയോടുകൂടെ കർത്താവിന്റെ വചനം എടുക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ശക്തിയോടെ കരങ്ങളടിച്ച് അഭിഷേകത്തോടെ ഭൂവാസികളെ യഹോവയ്ക്കാർത്തിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കാർത്തിടുവിൻ, സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ, സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുള്ളവൻ അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുള്ളവൻ. ഭൂവാസികളെ യഹോവയ്ക്കാർത്തിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കാർത്തിടുവിൻ. കരങ്ങൾ ഉയർത്തിയടിച്ച് ശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ നിറമുണ്ടാകട്ടെ. എല്ലാ അസ്വസ്ഥകളും വിട്ടുമാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വലിയൊരു അഭിഷേകം, കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം, ജീവിക്കുന്ന ദൈവത്തിന്റെ കൃപ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. എല്ലാ അസ്വസ്ഥകളും വിട്ടുമാറട്ടെ. ശാരീരിക ക്ലേശങ്ങൾ എല്ലാം വിട്ടുമാറുവാൻ വേണ്ടി ശക്തിയോടുകൂടെ കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് ചേർന്ന് സ്തുതിക്കാം. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നൽകിയിട
സൗഖ്യം, ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ജീവിക്കുന്ന ദൈവത്തെ ശക്തിയോടുകൂടെ സ്വീകരിക്കുവാൻ കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. വചനങ്ങളിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വെളിപാടുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഒരിക്കലും അങ്ങിൽ നിന്ന് വേർപെടുവാൻ ഞങ്ങളെ അനുവദിക്കാതിരിക്കണമേ. ഹല്ലേലൂയ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നമുക്കുള്ളത്, നാം അവനുള്ളത്, അവനെ വാഴ്ത്തിടുവിൻ. അവൻ നമുക്കുള്ളത്, നാം അവനുള്ളത്, അവനെ വാഴ്ത്തിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കാർത്തിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കാർത്തിടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും അവനും. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും അവനും. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും അവന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന മഹത്വം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന മഹത്വം കർത്താവേ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം കർത്താവേ. ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, നന്ദി, യേശുവേ യേശുവേ നന്ദി, ആരാധന. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. സ്നേഹമുള്ളവരെ, മനുഷ്യ ഗണത്തിനോടുള്ള ദൈവത്തിൻ്റെ കുറച്ച് സങ്കടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. മൂന്നാമത്തെ നമ്മൾ ഹോസ്യ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. കർത്താവിൻ്റെ വചനം പറയുന്നു, ഹൃദയം നൊന്ത് എന്നെ വിളിച്ച് അപേക്ഷിക്കേണ്ടതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ധാന്യത്തിനും വീഞ്ഞിനും വേണ്ടി അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവർ ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കേണ്ടതിന് പകരം കിടക്കയിൽ കിടന്ന് വിലപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എപ്പോഴാണ് മനുഷ്യൻ തങ്ങളിൽ തന്നെ ആശ്രയിക്കുവാനായിട്ട് ആരംഭിച്ചത്? അന്നു മുതൽ മനുഷ്യന്റെ പരാജയവും തകർച്ചയും ആരംഭിച്ചു. എന്നു മുതൽ മനുഷ്യൻ
തങ്ങളിൽ തന്നെ ആശ്രയിക്കുവാൻ ആരംഭിച്ചു, അന്നു മുതൽ മനുഷ്യന്റെ തകർച്ച ആരംഭിച്ചു. 10, 20, 30 വർഷം വലിയ സമൃദ്ധിയിൽ ജീവിച്ചിരുന്ന ചില കുടുംബങ്ങൾ 10, 20, 30 വർഷം തങ്ങളുടെ മക്കളെ കുറിച്ച് ഓർത്ത് അഭിമാനിച്ചിരുന്ന ചില കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ല. അവരുടെ പരമ്പരകൾ പോലും തകർക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ വലിയ സ്ഥലങ്ങളാണ് ഇങ്ങനെ കാടൊക്കെ പിടിച്ചു കിടക്കുന്നത്. എത്രയോ കൊട്ടാരം പോലെയുള്ള വീടുകളാണ് മനുഷ്യൻ ജീവിക്കാനില്ലാതെ ഇങ്ങനെ ആർക്കും വേണ്ടാണ്ട് ഇങ്ങനെ പല രീതിയിൽ പൊടി പിടിച്ചും കാട് പിടിച്ചും ഒക്കെ കിടക്കുന്നത്. ചേർത്ത് വെച്ചതും ഉണ്ടാക്കിയതും രൂപപ്പെട്ടതും സ്വന്തം കഴിവും ബുദ്ധിയും ശക്തിയും സാമർഥ്യവും കൊണ്ട് മാത്രമാണെന്ന് ചിന്തിച്ച മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായ ചില പരാജയങ്ങൾ. അതുകൊണ്ട് എന്താണ്? പരസ്പരം വിഘടനം, ഒരു വീട്ടിലെ സഹോദരന്മാർ തമ്മിൽ പോലും വഴക്കും പ്രശ്നങ്ങളും കേസും, ചില കുടുംബങ്ങൾ പൊളിച്ച് പണിയുവാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേസും വയാവേലിയും കൊണ്ട് സ്നേഹമുള്ളവരെ ആർക്കും ഇല്ലാതെ ചില സ്ഥലങ്ങളും വീടുകളും ഇങ്ങനെ അന്യാദായപ്പെട്ടു പോവുകയാണ്. കൂട്ടിച്ചേർത്തതുമൊക്കെ തകർക്കപ്പെട്ടു. ചിലവരുടെ പരമ്പരകൾ പോലും അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. ദൈവത്തെ മറന്ന് മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ശേഖരിച്ചു വെക്കുന്നതൊന്നും നിലനിൽക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, യേശുപ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 12 മുതലുള്ള വാക്യത്തിൽ താഴെ വീണുപോയ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ നിരന്തരം കണ്ട് ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു മാലാഖയെ കുറിച്ച് പറയുന്നുണ്ട്. ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്നും താഴെ വീണു? ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രം എന്ന് പറഞ്ഞാൽ ലൂസിഫർ. ലൂസിഫർ ആരാണ്? തിന്മയുടെ പിശാചിന്റെ അധിപൻ. ആരായിരുന്നു? മാലാഹമാരോടൊപ്പം ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന മാലാഹ, ദൈവത്തെ മുഖാഭിമുഖം കണ്ടിരുന്ന മാലാഹ, സ്വർഗത്തിലെ ഗായക സംഘത്തിന്റെ അധിപൻ. ഇന്ന് കിടക്കുന്നത് നരകത്തിന്റെ പടുകുഴിയിൽ തിന്മയുടെ ശക്തികളുടെ അധിപനായിട്ട് ഇന്ന് ലോകത്തിലെ ദൈവ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി നടക്കുന്നു ലൂസിഫർ. ലൂസിഫറിന്റെ വീഴ്ചയെ കുറിച്ച് യേശയ്യാപ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 12 മുതലുള്ള വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കുപരി എന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിലെ സമാഗമന പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ ഇരിക്കും, ഉന്നതമായ മേഘങ്ങൾക്കും മീതെ ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെ ആകും. എന്നാൽ നീ പാതാളത്തിന്റെ അഗാധത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ സർവപ്രൗഢിയോടും കൂടി ജീവിച്ചിരുന്ന ഈ മാലാഹ തിന്മയുടെ ശക്തിയാകാൻ, പാതാളത്തിലേക്ക് എഴുതി വീടുവാൻ കാരണമായി തീർന്നതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചെന്നാൽ ഈ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ 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 അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ അതുപോലെ ചെയ്യും. ഞാൻ എന്ന ചിന്ത മനുഷ്യനിൽ എപ്പോൾ രൂപപ്പെടുന്നുവോ അന്നവന്റെ പരാജയം ആരംഭിച്ചു. ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിച്ചിരുന്ന മാലാഹ, ഇന്ന് തിന്മയുടെ ശക്തികളുടെ അധിപനായിട്ട് ജീവിക്കുന്ന ലൂസിഫർ. തകർച്ചയുടെ ആരംഭം ഞാൻ എന്ന ചിന്ത.
ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ ദൈവത്തെ മറന്ന് മനുഷ്യൻ ജീവിക്കുവാൻ ആരംഭിച്ചെന്നാൽ ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം നമ്മളോട് പറയുന്നത് പോലെ എന്നെ വിളിച്ച് അപേക്ഷിക്കേണ്ടതിന് പകരം അവർ കിടക്കയിൽ കിടന്ന് കരയുന്നു എന്ന് പറഞ്ഞെന്നാൽ മനുഷ്യ, നീ നിന്നിൽ ആശ്രയിക്കാൻ എപ്പോൾ തുടങ്ങുന്നുവോ അപ്പോൾ നിന്റെ പരാജയം ആരംഭിച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വലിയ കൃഷിക്കാരനെ നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷം പറയുന്നുണ്ട്, അവന് ആ വർഷം വലിയൊരു വിളവ് കിട്ടി. അവന് തന്നെ അത്ഭുതം, ഇതൊക്കെ മുന്നേ കിട്ടാത്ത രീതിയിലുള്ള വലിയൊരു വിളവ്. അവൻ ചിന്തിച്ചു, എൻ്റെ കഴിവും ബുദ്ധിയും ശക്തിയും കൊണ്ടിട്ടാണ് ഇതൊക്കെ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ നീ സന്തോഷിക്കുക, തിന്നു കുടിച്ച് ഉറങ്ങി സന്തോഷിക്കുക. ഇനി വരുന്ന തലമുറകൾക്കുള്ളതെല്ലാം ഇപ്പോൾ നിനക്ക് കിട്ടിയിരിക്കുന്നു. ഞാൻ അറപ്പുര ഉണ്ടാക്കിയിട്ട് അതെല്ലാം ശേഖരിച്ചു വെക്കും. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ തന്നെ തന്നെ ബുദ്ധിമാനെന്ന് വിശേഷിപ്പിക്കുന്ന, തന്നെ തന്നെ അത്യുന്നത കഴിവെന്ന് വിശേഷിപ്പിക്കുന്ന ഈ മനുഷ്യനെ ദൈവം വിളിക്കുന്നത് ബോഷ എന്നാണ്. കാഴ്ചയിൽ അവൻ ചെയ്തതൊക്കെ വലിയ കാര്യങ്ങളാണ്. മറ്റു മനുഷ്യരൊക്കെ പരാജയപ്പെട്ട സാഹചര്യങ്ങളിൽ എല്ലാം രൂപപ്പെടുത്തിക്കൊണ്ട് ഉയർന്നു വന്ന ഒരു മനുഷ്യൻ. എന്നിട്ടും ദൈവം അവനെ വിളിക്കുന്നത് ബോഷൻ. എന്തുകൊണ്ടാ? അവൻ വിചാരിച്ചു, ഈ ഉണ്ടാക്കിയതും ഈ കാണുന്നതും ഈ ശേഖരിച്ചതും എൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. നിനക്ക് ആരോഗ്യം തന്ന ദൈവത്തെ നീ അറിഞ്ഞില്ല. ഈ കൃഷി രൂപപ്പെടുവാൻ വേണ്ടി നിനക്ക് നല്ല കാലാവസ്ഥ നൽകിയ ദൈവത്തെ നീ അറിഞ്ഞില്ല. നിനക്ക് ദൈവം നൽകിയതും മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാനുള്ളതാണ് എന്ന സത്യം മനുഷ്യൻ അറിഞ്ഞില്ല. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവനെ ദൈവം ബോഷ എന്ന് വിളിച്ചു. ദൈവം അവനോട് പറഞ്ഞു, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ തിരികെ വിളിച്ചെന്നാൽ ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ട്? നമ്മൾ തിരിച്ചറിയണം സ്നേഹമുള്ളവരെ, ദൈവത്തെ കൂടാതെ, ദൈവത്തെ വിളിക്കാതെ, നമ്മൾ തന്നെ ആശ്രയിച്ച് എൻ്റെ കഴിവും മിടുക്കും എൻ്റെ ശക്തിയും കൊണ്ട് മാത്രമാണ് ഈ കാണുന്നതൊക്കെ രൂപപ്പെടുത്തിയതെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങുന്ന അടുത്ത് ഞാൻ എന്ന ചിന്ത എന്നിൽ രൂപപ്പെടുന്ന സമയം എവിടെയാണോ അവിടെ എൻ്റെ പരാജയം ആരംഭിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കുവാൻ പോകുന്ന ഗ്രന്ഥം നമ്മൾ കാണുന്നുണ്ട്. ഫരിസേയൻ പറയുന്നത്, ഒരു നല്ല മനുഷ്യൻ ജീവിക്കുന്നത് എപ്രകാരമാണെന്ന് ഫരിസേയന്റെ ജീവിതത്തെ നോക്കിയിട്ട് നമുക്ക് പഠിക്കാം. നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്. ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൽ നൽകിയിട്ടുള്ളതെല്ലാം രൂപപ്പെടുത്തിക്കൊണ്ട് മനുഷ്യക്ക് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യൻ, ഒരു ഫരിസേയൻ. എന്നിട്ടും ദൈവം പറയുന്നു, പാപം ചെയ്ത് മാറി തല കുനിച്ചു നിന്ന് പ്രാർത്ഥിച്ച ആ ചുങ്കക്കാരൻ ഫരിസേയനെക്കാളും നീതീകരിക്കപ്പെട്ടവനായി മാറി. കാരണം അവൻ തന്നെ തന്നെ ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിച്ചെന്നാൽ, ഞാനെന്ന ചിന്ത എപ്പോൾ എന്നിൽ രൂപപ്പെടുന്നുവോ അപ്പോൾ എൻ്റെ പരാജയം ആരംഭിച്ചു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, ദൈവമാണ് എൻ്റെ ശക്തി. ഇസ്രായേൽ ജനതയുടെ ശക്തിയുടെ രഹസ്യത്തെ കുറിച്ച് 44-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വചനം പറയുന്നുണ്ട്. വാളുകൊണ്ടല്ല അവർ ദേശം പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ യുദ്ധം വിജയിച്ചത്, പിന്നെയോ ദൈവത്തിന്റെ മുഖപ്രകാശവും വലതു കൈയും കൊണ്ടിട്ടാണ്, ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടിട്ടാണ് ഇസ്രായേൽ ജനത എല്ലാം നേടിയത്. അതാണ് 127-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് 127-ാം സങ്കീർത്തനം. സങ്കീർത്തനം എന്താ? കർത്താവ് ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ പ്രയത്നം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറക്കമൊഴിച്ചിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും
വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിനപ്രയത്നം ചെയ്യുന്നതും വ്യർത്ഥമാണ്. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് വേണ്ടതൊക്കെ ദൈവം ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞെന്നാൽ ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ മഹത്വം എന്താണെന്ന് ചോദിച്ചെന്നാൽ, അവന്റെ സമൃദ്ധിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചെന്നാൽ, അവൻ ദൈവത്തിന്റെ കൂടെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. 34-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വചനം, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വലഞ്ഞേക്കാം, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു കുറവും ഉണ്ടാകത്തില്ല. ഇത് തന്റെ മക്കൾക്ക് ദൈവം നൽകുന്ന വാഗ്ദാനമാണ്. സ്നേഹമുള്ളവരെ, ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്നാലും ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഹോസിയ പ്രവാചകനിലൂടെ ദൈവം നമ്മളോട് പറഞ്ഞത്, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് പകരം അവർ കിടക്കയിൽ കിടന്ന് കരയുന്നു. ജീവിതത്തിൽ തകർച്ചയുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, പരാജയം ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കും. കൂരിരുട്ടിൽ വിളക്ക് കെട്ടുപോകും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം നമ്മളെ കൈപിടിച്ച് ഉയർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അവസാനത്തെ ദൈവം നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സങ്കടം വെളിപാട് പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എഫേസൂസിലെ സഭയോട് കർത്താവ് പറയുന്ന വചനമാണ്. കർത്താവിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ്, നിന്റെ പ്രവർത്തികളും നിന്റെ പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ കാണുന്നുണ്ട്. എങ്കിലും നിന്നോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ ഇല്ല. എവിടെയാണോ നഷ്ടപ്പെട്ടത് അത് തിരിച്ചു പിടിക്കണം, അല്ലെങ്കിൽ നിന്റെ ദീപപീഠം ഞാൻ അവിടെ നിന്നും മാറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കർത്താവ് നമ്മളോട് പറയുന്ന ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ ഇല്ല. നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ചെന്നാൽ മതി, നമ്മളൊക്കെ ചെറുപ്പമായിരുന്നപ്പോൾ എത്രമാത്രം നിഷ്കളങ്കതയോടുകൂടിയാണ് കർത്താവിനെ നമ്മൾ സ്നേഹിച്ചത്. എത്രമാത്രം നിഷ്കളങ്കതയോടുകൂടിയാണ് കർത്താവിനെ നമ്മൾ സ്നേഹിച്ചത്. എത്രമാത്രം വിശുദ്ധിയോടുകൂടിയാണ് പരിശുദ്ധ കുർബാന നമ്മ എല്ലാ ദിവസവും സ്വീകരിച്ചു കൊണ്ടിരുന്നത്. എത്രമാത്രം ആഗ്രഹത്തോടു കൂടിയാണ് കർത്താവിന്റെ കൂടെ ആയിരിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച്, ഓരോ കാര്യം അറിയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരേണ്ടതിന് പകരം നമ്മൾ പഴയതിനേക്കാളും മോശമായി കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ ഇല്ല. നിന്റെ ഓട്ടവും നിന്റെ ചേർത്ത് നിൽപ്പും നിന്റെ കഷ്ടപ്പാടും എല്ലാം ഞാൻ കാണുന്നുണ്ട്. എങ്കിലും നിനക്ക് പണ്ടുണ്ടായിരുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അതിപ്പോൾ നിനക്ക് എന്നോട് ഇല്ല. സത്യമാണ്, സത്യമാണ്. നമ്മൾ തിരിഞ്ഞു നിന്ന് നമ്മളോട് മുഖത്തേക്ക് നോക്കിയെന്നാൽ നമ്മൾ തിരിച്ചറിയുന്ന ഏറ്റവും വലിയ സത്യം, പണ്ടുണ്ടായിരുന്ന വിശുദ്ധി, പണ്ടുണ്ടായിരുന്ന സ്നേഹം, പണ്ടുണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ ദൈവത്തോട് നമുക്കില്ല. തിരികെ വരണം. ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ നഷ്ടപ്പെടലിന്റെ 2-3 ഉപമകൾ പറയുന്നുണ്ട്. നഷ്ടപ്പെടലിന്റെ 3 ഉപമകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഉപമ നഷ്ടപ്പെട്ടു പോയ ആടിന്റെ ഉപമ, രണ്ടാമത്തേത് നഷ്ടപ്പെട്ടു പോയ നാണയത്തിന്റെ ഉപമ, മൂന്നാമത്തേത് നഷ്ടപ്പെട്ടു പോയ 2 മക്കളുടെ ഉപമ. ഇത് 3 തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ആദ്യത്തെ ഉപമയിൽ നഷ്ടപ്പെട്ടു പോയ ആടിന്റെ ഉപമയിൽ പറയുന്നത്, ആട് നഷ്ടപ്പെടുന്നത് എവിടെയാ? ആലക്ക് പുറത്താണ്, എന്ന് പറഞ്ഞ വീടിന് പുറത്ത്. നാണയം നഷ്ടപ്പെടുന്നത് വീടിന്റെ ഉള്ളിൽ. ധൂർത്തപുത്രൻ ഉപമ പറയുമ്പോൾ ഇത് 2 നടക്കുന്നുണ്ട്. ഇളയ പുത്രൻ വീടിന് പുറത്ത് നഷ്ടപ്പെടുമ്പോൾ മൂത്തപുത്രൻ വീടിന്റെ ഉള്ളിൽ നഷ്ടപ്പെടുന്നു. ഈ 3 ഉപമയുടെയും ക്ലൈമാക്സ് എന്താണെന്ന് ചോദിച്ചെന്നാൽ, നഷ്ടപ്പെട്ടു പോയതിനെല്ലാത്തിനെയും വീണ്ടും തിരിച്ചു പിടിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയ ചില നന്മകൾ തിരിച്ചു പിടിക്കുന്ന ഒരു ജീവിതമാകണം. നഷ്ടപ്പെട്ടു പോയ നന്മകൾ തിരിച്ചു പിടിക്കുന്ന ചില ജീവിതമാകണം. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കണം. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കണം. കോവിഡിന് ശേഷം കേരളത്തിൽ
ഈ ലഹരി മുക്ത കേന്ദ്രങ്ങളിൽ ചികിത്സക്കായി അഡ്മിറ്റ് ചെയ്ത 21 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം 4000. കഴിഞ്ഞ വർഷം മാതൃഭൂമിയിൽ ലഹരിക്കയത്തിലെ നഷ്ടബാല്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പഠന ഡാറ്റാസ് ഉണ്ടായിരുന്നു. അതിൽ പറയുന്ന കാര്യമാണ്, കോവിഡിന് ശേഷം കേരളത്തിലെ വിവിധ ലഹരിമുക്ത കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിച്ച 21 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം 4000-ൽ കൂടുതൽ. അതിൽ 40% പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ എക്സൈസ് വകുപ്പ് പിടികൂടിയ കഞ്ചാവ് 16,000-ൽ കൂടുതൽ കിലോഗ്രാം. എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം കടത്തിയെന്നാൽ 1 കിലോയെ പിടിക്കുന്നുള്ളൂ. അപ്പോ കടത്തിയത് എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞെന്നാൽ സ്നേഹമുള്ളവരെ, നമ്മുടെ മക്കളെ ഇല്ലായ്മ ചെയ്യത്തക്ക രീതിയിൽ വലിയ മാഫിയകൾ ഇങ്ങനെ കഞ്ചാവ്, മയക്കുമരുന്ന്, മദ്യമൊക്കെ ഇങ്ങനെ സുലഭമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ കുട്ടികൾ നമ്മുടെ വിരൽത്തുമ്പിലുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോയ നന്മകൾ, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള എല്ലാവരെയും നമ്മൾ തിരിച്ചു പിടിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ്. വീണ്ടും ഒരു തിരിച്ചുവരവിൻ്റെ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ കുടുംബം മനോഹരമാകണം. നമ്മുടെ കുടുംബത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് സന്തോഷം ഉണ്ടാകണം. മാതാപിതാക്കളുടെ ജീവിതം കണ്ട് അവർ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കണം. മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ ജീവിതം കണ്ടിട്ടാണ് മക്കൾ വളർന്നു വരേണ്ടത്. നമ്മളുടെ ജീവിതം മക്കൾക്ക് മാതൃകയാകണം. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബം മനോഹരമാകണം. പരിശുദ്ധ അമ്മ ജീവിക്കുന്ന ഒരു കുടുംബമാകണം. ത്രിത്വത്തിന്റെ സാന്നിധ്യം ഒരു കുടുംബമാകണം. പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാകണം. കൂദാശകളുടെ മഹത്വം തിരിച്ചറിയുന്ന ഒരു കുടുംബമാകണം. ആ കുടുംബത്തിൽ നമ്മളുടെ മക്കൾ നമ്മളുടെ കൂടെ ഉണ്ടാവും. ആ കുടുംബത്തിൽ ആരും നഷ്ടപ്പെടാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. കാരണം ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ, സ്നേഹമുള്ളവരെ, അവിടെ കള്ളൻ വരില്ല. യോഹന്നാന്റെ സുവിശേഷം 10:10, കള്ളം വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൊല്ലാനും മോഷ്ടിക്കാനും തകർക്കാനും. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കർത്താവ് നമ്മളിലേക്ക് നൽകിയ എല്ലാ വചനവും, കർത്താവെ, ഞങ്ങളിൽ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ വചനത്തെ മാംസം ധരിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരും കേട്ട വചനത്തെ മാംസം ധരിച്ചുകൊണ്ട് ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ ആ വചനത്തിൻ്റെ സന്തോഷം പകർന്നു കൊടുക്കുവാനായിട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സ്വർഗത്തിൻ്റെ ആത്മാവ്, സ്വർഗത്തിൻ്റെ സഹായകൻ ഞങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ.